ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൃന്ദ അർജുൻ. എനിക്ക് തോന്നുന്നു ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഇൻട്രോ പറയുന്നുണ്ടാവുക. അതെ ഗൈസ്, ഇന്ന് October 16 നമ്മുടെ വണ്ടി നമ്മളിന്ന് ഡെലിവറി എടുക്കാൻ വന്നേക്കാണ്. ഏകദേശം ഒരു 2 വർഷമായി ഞാൻ ഈ ഒരു വണ്ടിക്ക് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ആൻഡ് 1 year നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് നമുക്ക് വണ്ടി കൈ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു വലിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് വണ്ടി വീട്ടിൽ കൊണ്ടുപോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൃന്ദ അർജുൻ. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വലിയ ഹാപ്പി ന്യൂസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 വർഷമായി ഞാൻ ഈ ഒരു ഹാപ്പി ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ളത്. അതല്ല, ഇവളിത് മൊത്തം പ്രശ്നമാണ്. ഇതല്ല ഗൈസ്, നമ്മള് ഇങ്ങനെ ഒരു വർഷം എന്നോട് ഏത് Q&A ചോദിച്ചാലും നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചിയുടെ അടുത്ത ആഗ്രഹം എന്താണ്, നെക്സ്റ്റ് എയിം എന്താണ് എന്നാണ് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു മൊബൈൽ വാൾപേപ്പർ, അത് എനിക്ക് റിയാലിറ്റി ആക്കണം എന്നാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലോങ് സ്ക്രീൻ എല്ലാവർക്കും അറിയാം എന്റെ വാൾപേപ്പർ എന്താണെന്ന്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത താറാണ് ഗൈസ്. ഇനി നമ്മുടെ വീട്ടിലേക്ക് ആര് വരുന്നു? വരാണ്. അപ്പൊ എത്ര നാളെ രാമൂട്ട നമ്മൾ ഈ ഒരു വെയിറ്റിംഗ് തുടങ്ങിയിട്ട്. ഞാനേ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ എന്തോർത്തിട്ട് അല്ല ഒന്നുമില്ല, പറഞ്ഞോട്. ഞാൻ പറഞ്ഞുതരാം, ഇത് പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞ സമയത്ത് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം വന്നൊരു വണ്ടിയാണ് താറ്. അപ്പോൾ താറ് മേടിക്കുന്ന സമയത്ത് താറ് മേടിക്കാൻ നോക്കിയപ്പോൾ അവിടെ ചെന്നപ്പോൾ, അതായത് ഷോറൂമിൽ ചെന്നപ്പോൾ പറഞ്ഞു 2 മാസം കൂടെ കഴിഞ്ഞാൽ മാം താറോക്സ് ഇറങ്ങും എന്നിങ്ങനെ പറഞ്ഞു. എന്നാൽ ശരി, 2 മാസം കൂടെ അല്ലേ, പുതിയ വണ്ടി ഇറങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി ഇറങ്ങി. അതിൻ്റെ ബുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ 10,000 ഉള്ളിൽ തന്നെ ബുക്ക് ചെയ്ത് നമ്മൾ ചോദിച്ചു അടുത്ത് തന്നെ നമ്മൾ വണ്ടി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. അതൊരു സംഭവമായിരുന്നു. ബുക്കിംഗ് ഭയങ്കര കോമഡി. കാരണം വെച്ചാൽ കളർ ഏത് വേണം എന്നുള്ളത് നമുക്ക് ആകെ ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് മാനുവൽ തന്നെ വേണം, ആൻഡ് ഡീസലായ അത്രയും നല്ലത്. പിന്നെ കളറിന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു രാമൂട്ട ഫുള്ള് ബ്ലാക്കും റെഡും വൈറ്റും ഒക്കെ ആയിരിക്കും, അതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു കളർ വേണം. അപ്പൊ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു കളറാണ് നെബുല ബ്ലൂ. അത് പറഞ്ഞതും അത് സെലക്ട് ചെയ്തതും മാത്രമേ ഓർമ്മയുണ്ടായിരുന്നു. ബുക്ക് ചെയ്ത കഥ പറഞ്ഞു കൊടുക്ക ആദ്യം. എന്തായിരുന്നു ബുക്ക് ചെയ്ത കഥ? ബുക്കിംഗ് സൈറ്റ് ലൈക്ക് ഷോറൂം ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവര് പറഞ്ഞു ആടെ ഓൾറെഡി ഇത് ഒരു വർഷം മുമ്പ് വഴക്കുള്ള കഥയാണ്, അത് ഓർക്കണം. കഴിഞ്ഞ ഒക്ടോബറിൽ ഷോറൂം എന്ന് പറഞ്ഞപ്പോൾ ഇനി നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ പിന്നെ ഇനി ലേറ്റ് ആവും വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കാര്യം ചെയ്തേക്കൂ, 2-ാം തീയതി എപ്പോഴും സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ട്, അപ്പം തന്നെ ബുക്ക് ചെയ്തോന്ന് പറഞ്ഞു. 3-ാം തീയതി 3-4 എപ്പോ ബുക്ക് ചെയ്തോന്ന് പറഞ്ഞു. പിന്നെ 4-ാം തീയതി രാവിലെ ആവാറായി നിൽക്കുന്നു, അലാറം വെച്ച് എഴുന്നേറ്റ് 11 മണിക്ക് കറക്റ്റ് സൈറ്റിൽ കയറും. സൈറ്റ് ഹാങ്, ബുക്ക് ചെയ്യാൻ നോക്കുന്നു, ഒന്നില്ല. ആദ്യത്തത് എമൗണ്ട് ചെയ്തു, അപ്പോഴത്തേക്കും ട്രാൻസാക്ഷൻ ഫെയിൽഡ്. പക്ഷെ പൈസ പോയി. അതെ അന്ന് നമ്മൾ 2ാമതും പിന്നെ ബുക്ക് ചെയ്തപ്പോ അത് ആക്ച്വലി സക്സസ്ഫുൾ ആയി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ മെയിലും വന്നു 10,000 ഉള്ളിൽ നമ്മൾ ബുക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ, ചിലപ്പോ കേരളത്തിൽ ആദ്യം തന്നെ നമുക്കായിരിക്കും കിട്ടാം. ഓക്കെ, കേരളത്തിൽ എന്തായാലും നമുക്ക് തന്നെയായിരിക്കും ആദ്യം കിട്ടാൻ പോണെന്ന് വെച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മള് വണ്ടി ഇറങ്ങി റോട്ടിൽ നോക്കുമ്പോ എല്ലാവർക്കും താറോക്സ്, ബ്ലാക്ക്, വൈറ്റ്, റെഡ്, നമുക്ക് മാത്രം ഈ വണ്ടി കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചിട്ട് നമ്മളൊന്നും നമുക്ക് മാത്രം വണ്ടി കിട്ടാതെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞു. ജനുവരി ആയി, ഫെബ്രുവരി ആയി, മാർച്ച് ആയി, ഏപ്രിൽ ആയിരുന്നു ആക്ച്വലി നമുക്ക് വണ്ടി കിട്ടുന്നത്, ഏകദേശം എന്റെ ബർത്ത്ഡേയുടെ സമയത്ത്. പക്ഷെ ആ സമയത്ത് വണ്ടി കിട്ടിയില്ല. അതിന്റെ ഇടയിൽ തന്നെ ഒരു പ്രാവശ്യം വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഷോറൂമുകാര്. അത് വേറെ 1-2 ഷോറൂമുകാരെ പ്രശ്നം നടന്ന് അടി വീണ്ടാക്കി. താറോക്സ് ഞങ്ങൾ തീരുമാനിച്ചൊന്നുമില്ല കേട്ടോ, നീയാ തീരുമാനിച്ചത്. അപ്പൊ ഈ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത്, അതായത് വെച്ചാൽ നമ്മുടെ സ്വന്തം ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ വാങ്ങിച്ചൊരു വണ്ടി, ഒരു ഇയോണ വണ്ടി. എനിക്ക് ഭയങ്കര പേഴ്സണൽ അറ്റാച്ച്മെന്റ്. അപ്പൊ ആ വണ്ടി കൊടുക്കണ്ട, പക്ഷെ കൊടുക്കണം എന്നായി. കാരണം വണ്ടി വരാൻ പോണെയാണല്ലോ, പുതിയ വണ്ടി. അത് പറഞ്ഞില്ല, അതെന്താ സംഭവം എന്ന് പറഞ്ഞില്ല. ഇവർക്ക് കണക്ട് ആയിട്ടുണ്ടാവില്ല.
ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂമുകാർ വിളിച്ചിട്ടുണ്ട് ആ വണ്ടി വരുന്നുണ്ടേ, നിങ്ങളെല്ലാം റെഡിയാക്കി വെച്ചോ എന്ന് പറഞ്ഞു. ഓ സെറ്റ്, നമ്മളെ വണ്ടി വരലായി എന്നും പറഞ്ഞ് ഈ സംഭവം ഏപ്രിലൊക്കെ നടക്കുന്ന കാര്യമാണ് കേട്ടോ. ഉണ്ടായിരുന്ന ഇയോടും കൊടുത്ത് പൈസ എടുത്ത് ഇങ്ങനെ കാത്തിരിക്കുക. ഇപ്പൊ വരുവാട്ടോ ഞങ്ങളെ വണ്ടി, ഇപ്പൊ വരിക. ലോൺ പ്രോസസ്സും കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുക, ഇവര് വിളിക്കുന്നില്ല. പിന്നെ ഒരു അപ്ഡേറ്റ് ഇല്ല ഇവരുടെ സൈഡിൽ നിന്ന്. എന്ന് വെച്ചാൽ എന്താ, പിന്നെ നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞു മാം അത് മാനുവൽ അല്ല വന്നേ, ഓട്ടോമാറ്റിക്. പിന്നെ ഫ്ലിപ്പ് ഇവരുടെ കുറെ. അതെ, നമ്മൾക്കപ്പൊ ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾ വണ്ടി വരുമെന്ന് പ്രതീക്ഷ നിൽക്കണേ, ഓക്കെ ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യണം. അപ്പൊ പെട്ടെന്ന് വണ്ടി വരില്ലാന്ന് വെച്ചപ്പോ ഭയങ്കര സങ്കടമായി. അപ്പൊ പിന്നെ ഓക്കെ ശരി എന്നാ അങ്ങനെ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ വണ്ടി ഓടിച്ചു കിടന്ന് എന്നിട്ട് ആ വണ്ടിയും കൊടുത്ത്, ബിക്കോസ് അടുത്ത നമ്മുടെ വണ്ടി വരാൻ പോണെന്ന് പറഞ്ഞു വന്നു. എന്നിട്ട് അതും വന്നില്ല. പിന്നെ എഗെയിൻ നമ്മളൊരു വണ്ടി ഓടിച്ചു കിടന്ന് എന്നിട്ട് അതും കൊടുത്ത്. അതായത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 24 വണ്ടി വരും, ഫുൾ പ്രോസസ് സെറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ മൂന്നാമതും ഓടിച്ചടന്ന വണ്ടിയും കൂടെ കൊടുത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോഴാണ് പറയുന്നത് അത് നെബുല ബ്ലൂ ഒന്നും വന്നിട്ടില്ല കേട്ടോ, ബ്ലാക്ക് ആണെങ്കിൽ എടുക്കട്ടെ എന്ന്. എന്ത് പറയാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷം വെയിറ്റ് ചെയ്ത ആ കളറ് വെയിറ്റ് ചെയ്യാൻ മാത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു വട്ട് ആ കളർ തന്നെ വേണമെന്നുള്ളത്. പിന്നെ ഈ ഇത്രയും ഒരു ഹോൾ ഇയർ ഒരു കളറിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ചെന്ന് ബ്ലാക്ക് എടുക്കാന്ന് പറയുന്നത് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്ലാക്ക് എടുത്താൽ പോരായിരുന്നു എന്നായി. അവസാനം ഞങ്ങൾ മൈൻഡ് മാറാൻ തുടങ്ങി, എന്ന് ബ്ലാക്ക് എടുത്താലോ. കാരണം വെയിറ്റ് ചെയ്ത് അത്രയ്ക്ക് മനസ്സ് ചത്തുന്ന് തന്നെ പറയാം. ബ്ലാക്ക് എടുത്താലോ, എന്നാ ബ്ലാക്ക് എടുക്കാതെ എടുക്കണ്ടേ. കാരണം ഇതേ സിറ്റുവേഷൻ തന്നെയാണ് രണ്ടാമതും ഇവര് നേരെ പേര് ഏജൻസി അല്ല എന്താ പറയാ, ഡീലർഷിപ്പുകാർ രണ്ടാമതും വിളിച്ചിട്ട് പറഞ്ഞു. ആ ഡീലർഷിപ്പുമായിട്ട് പ്രശ്നം നടന്ന് അവരായിട്ട് അടിച്ചു പിരിഞ്ഞ് രണ്ടാമത് വേറെ ഡീലർഷിപ്പുകാരോട് സംസാരിച്ച്, ഡീലർഷിപ്പുകാരുടെ പേരൊന്നും പറയാൻ താല്പര്യമില്ല, അവരോട് അടിച്ചു പിരിഞ്ഞവർ തന്നെയാണ് നമുക്ക് രണ്ടാമത് വണ്ടി തരുന്നത്. ആദ്യം നമ്മൾ അടിച്ചു പിരിഞ്ഞില്ലേ, അവരാണ് ഇപ്പൊ നമുക്ക് ഈ രണ്ടാമതല്ല മൂന്നാമത് വണ്ടി സെറ്റ് ആക്കി വെക്കുന്നത്. എന്നിട്ട് രണ്ടാമത്തെ ഡീലർഷിപ്പുകാരുമായിട്ട് അവര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാം സെറ്റാക്കി തരാന്നെല്ലാം പറഞ്ഞ് ഇതേപോലെ ഒരു കഴിഞ്ഞ മാസത്തെ 24 സെപ്റ്റംബർ 24 വണ്ടിയൊക്കെ സെറ്റാ, നിങ്ങളിതാ പേയ്മെന്റ് റെഡിയാക്കി വെച്ചോന്നെല്ലാം പറഞ്ഞ് ഉണ്ടായിരുന്ന മറ്റേ മൂന്നാമത്തെ വണ്ടിയും വിറ്റ് പൈസയും വെച്ച് ഞങ്ങൾ കാത്തിരിക്കുക. സെയിം അവസ്ഥ. അപ്പം പറഞ്ഞു വേറെ വണ്ടിയാ വന്നേന്ന്. അവസാനം അടുത്ത് ഞങ്ങൾക്ക് ഇത് വേണ്ട എന്നിങ്ങനെ വിചാരിച്ച മൈൻഡ്. കാരണം മാത്രമല്ല ഇപ്പൊ Q&Aയിലൊക്കെ ആൾക്കാർ നെക്സ്റ്റ് ആഗ്രഹം എന്താന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാൻ തന്നെ സങ്കടമായിരുന്നു. കാരണം എങ്ങനെയാ പറയാത്ത എടുക്കണം. എനിക്ക് ലാസ്റ്റ് ഇങ്ങനെ ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്ര ആഗ്രഹിച്ചിട്ടും എന്ത് ഈ വണ്ടി കിട്ടാത്ത, ഇത് എനിക്ക് മാത്രമാണോ കിട്ടാത്തുള്ളൂ അങ്ങനെ. കാരണം റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ പലരും പുതിയ വണ്ടി ഈ താർ റോക്സ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെന്താ നമുക്ക് മാത്രം. ബ്ലൂ കാണാറില്ല കേട്ടോ, അത് എനിക്ക് തോന്നുന്നു ഈ ബ്ലൂ വണ്ടി മാത്രമാണ് പറയുന്നത്. ശരിയാണ്, ഞാൻ ഇതുവരെ പുറത്താകും ഒരൊറ്റ ബ്ലൂയെ കണ്ടുള്ളൂ. അത് ഇനീഷ്യലി ജനുവരിയിൽ എന്തോ കണ്ടതാണ്, പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാൻ പോകുന്നത് നമ്മുടെ വണ്ടിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഓക്കെ ഇനിയില്ല വണ്ടിയില്ല എന്ന് വിചാരിച്ച് പെട്ടെന്ന് രാമൂടിന് ഒരു വെളിപാട്, ഒന്ന് വെറുതെ വിളിച്ചു നോക്കാം ഏത് ആദ്യത്തെ ഡീലർഷിപ്പ് വരെ. അങ്ങനെ വെറുതെ വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ആക്ച്വലി വണ്ടി അവിടെ അവൈലബിൾ ആണെന്ന് ഞങ്ങൾ ഞെട്ടിപ്പോയി. അതെന്തോ വെറുതെ ഇരുന്നപ്പോ വിളിച്ചു നോക്കിയതാണ് ഇനി അങ്ങനെ വണ്ടി ഉണ്ടോന്ന്. കാരണം നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവാ. അപ്പോൾ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോ ആക്ച്വലി വണ്ടി ഉണ്ട് സർ, ഒരാഴ്ചക്കുള്ളിൽ തരാം എന്നുള്ളത്. ഞങ്ങള് എന്തോ ലോട്ടറി അടിച്ച പോലെ. അതിനു മുമ്പേ ഞാൻ വിളിക്കുന്നതിന്റെ തലേന്ന് ഇവള് പറയാന്ന് അവിടെ ഞാൻ വിട്ട് എനിക്കിനി വണ്ടി വേണ്ട, ഞാനൊരു അറ്റ്ലീസ്റ്റ് അല്ല നിങ്ങളോടൊന്ന് പറയട്ടെ, ഞാൻ ഇത്രയും ഫെഡപ്പായില്ല. ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാന്ന് വരെ വിചാരിച്ചു. ഞാൻ ഇനി ആ ഒരു ആഗ്രഹത്തിന്റെ പുറകെ പോകുന്നില്ല. വണ്ടി എനിക്കറിയില്ല ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, പക്ഷെ വണ്ടിയെ ഒരു വീട്ടിലൊരാളായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വിചാരിച്ചു വണ്ടി വേണ്ട, എനിക്കുള്ള വണ്ടി എപ്പോഴായാലും വരുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഇനി അതിന്റെ പുറകെ പോകണ്ടെന്ന് വരെ വിചാരിച്ചു. ആ ഒരു ഇതിനു ശേഷം രാമൂട്ടൻ ചുമ്മാ വിളിച്ചു നോക്കുകയും അങ്ങനെ നമ്മുടെ വണ്ടി ഉണ്ട്, അവൈലബിൾ ആണ്, 1 വീക്കിനുള്ളിൽ ഡെലിവറി തരാന്ന്. ഞങ്ങൾ ഒരുമാതിരി കിട്ടാറായി. ആക്ച്വലി അതെ, നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ നേരത്തെ നമ്മളിങ്ങനെ വിചാരിച്ച് ഇനി വീഡിയോ ചെയ്യുമ്പോഴും ഇനി കിട്ടാതിരിക്കുമെന്ന്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ വണ്ടിയുടെ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഞങ്ങളിപ്പോ കണ്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പായി വണ്ടി കിട്ടും എന്നുള്ളൊരു കാര്യം. ആൻഡ് ഗൈസ് നാളെയാണ് നമ്മുടെ വണ്ടിയുടെ ഡെലിവറി.
and we are so ഡെലിവറിക്ക് പോലും ഇത്ര അതെ ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മുടെ വണ്ടി ഇതാ എത്താൻ പോവാണ്. നമ്മളൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ നാളെ അല്ലെ നമ്മൾ വണ്ടി കിട്ടുന്ന സമയത്ത് നിങ്ങൾ റിവീൽ ചെയ്യാണ്. ആൻഡ് വേറെ ഇതിന്റെ ഒരു ഫൺ പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴും അറിയാൻ പാടില്ല. അത് പറയണ്ടേ, ഇതെത്ര കഥയാ പറയണ്ടേന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടോ നമുക്കറിയില്ലേ. അച്ഛനും അമ്മയ്ക്കും അറിയാൻ പാടില്ല. ഞാൻ പറയാം, സീൻ ഇത്രേ ഉള്ളൂ. എന്താ പറയണ്ടേ, സീൻ ഇത്രേ ഉള്ളൂ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, താറിന്റെ ബാക്കിൽ ഇത്രയും പ്രശ്നം നടന്നുകൊണ്ട് വീട്ടുകാർക്കും ഇത് ഓൾറെഡി അമ്മയൊക്കെ എന്താ അമ്മു ചെയ്യേണ്ടതെന്നൊക്കെയുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. വീട്ടിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ് ഈ താറിനി നോക്കുന്നില്ല, ഈ മൂഡ് എന്തായാലും ഇനി വരുമ്പം വരട്ടെ എന്നുള്ള രീതിയിൽ അതിന്റെ ബാക്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ള മൂഡിലെത്തി. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാറില്ല, ഉണ്ടായ കാറ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വന്നപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് സെക്കൻഡ് നോക്കാന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡ് അടുത്ത് ഇനി വെറുതെ വള്ളി പിടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, എന്നാ പിന്നെ ഒരു ചെറിയ വണ്ടി നോക്കാമെന്നും പറഞ്ഞ് ഞാനും അച്ഛയും കൂടിയിട്ട് എല്ലാ മിഡ് സെഗ്മെന്റ് വണ്ടികളും കയറിക്കിറങ്ങി. പാവം എല്ലാം കൂടെ അത് നോക്കാം ഇത് നോക്കാം അപ്പുറത്തെ വണ്ടി നോക്കാന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോഴും വണ്ടി ഓക്കെ അടിച്ചിട്ടുള്ള സമയത്താണ് ഈ പാവം എന്റെ അച്ഛനെ കൊണ്ടിട്ട് എല്ലാ സ്ഥലങ്ങളിലും കയറ്റിച്ചിട്ട് മിഡ് സെഗ്മെന്റ് നോക്കിക്കുന്നത്. ഒരു ത്രില്ല് വേണം. എന്നിട്ട് അച്ഛക്ക് ഓക്കെ ഞാൻ പറഞ്ഞ മഹീന്ദ്രയുടെ 3XO നല്ല വണ്ടിയാണ്, നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞു. അച്ഛക്ക് ഹുണ്ടായുടെ വേറെ വണ്ടിയായിരുന്നു താല്പര്യം. അപ്പോൾ നമ്മൾ അതിൻ്റെ മറ്റേതും ടെസ്റ്റ് ഡ്രൈവ് അടിച്ചപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ 3XO നമ്മൾ 3XO നല്ല GST കുറഞ്ഞുകൊണ്ട് നല്ലൊരു ഇതിൽ കിട്ടിയിട്ടുണ്ട്, നമുക്ക് സെറ്റാക്കാം എല്ലാം സെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കി വീഡിയോയിലും കാണിച്ച്. അമ്മക്ക് ഇപ്പം ആ വണ്ടി എന്തായാലും 3XO എടുക്കുന്നത് താല്പര്യമില്ല. എന്തായാലും നിങ്ങൾ ഇത്രയും ആഗ്രഹിച്ചിട്ട് താറെടുക്കണ്ടേ. ഞാൻ പറഞ്ഞു വിട്ട് നമുക്ക് വരുമ്പോൾ നോക്കാം, പ്രശ്നമാക്കണ്ട. അല്ല നിങ്ങൾ കുറേ ആയാലും ഇതിൻ്റെ ബാക്കിലെ അല്ല വിട്ട് നമ്മളത് വിട്ടോ, ഓക്കെ ശരി. അപ്പൊ രാമൂടെ ഒരു കൺവിൻസ് സ്റ്റോറി ഇപ്പൊ വായിക്കാമേ താറ് കിട്ടണേ കിട്ടിക്കോട്ടെ, എന്നിട്ട് അച്ഛനും അമ്മ ഈ കാർ എടുത്തോന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഓക്കെ എന്നാ ശരി. അപ്പൊ എനിക്കും അത് കൺവിൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാം ഓപ്പോസിറ്റ് അടിച്ചിട്ട് താറുമായി താറും പെട്ടെന്ന് ഞാനും കൺവിൻസ് ആയത്. എന്താ അവർക്ക് ഡൗട്ട് തോന്നിയില്ല, ഭാഗ്യം. ഞാനും കൺവിൻസ് ആയി, എന്നാ ശരി താറ് വേണ്ട 3XO തന്നെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചപ്പോ എന്റെ അച്ഛനും അമ്മയും ഓക്കെ എന്നാ ശരി. അച്ഛനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. പിന്നെ അച്ഛനില്ലേ താറിനെ കുറിച്ച് കുറ്റമൊക്കെ പറയാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞു അല്ലേലും താറിനേക്കാളും നല്ലത് 3XO തന്നെയാണ്, അതിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് വണ്ടി കിട്ടിയതിന് ശേഷം ഞാൻ അച്ഛക്ക് കൊടുക്കുന്നുണ്ട്. താറിനേക്കാളും നല്ല 3XO ആണ്, നല്ല തരട്ട. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു സർപ്രൈസ് പോലെ, കാരണം അവര് ഡെലിവറി സമയത്താണ് അറിയുള്ളൂ അത് 3XO അല്ല, അത് നമ്മൾ ആഗ്രഹിച്ച അതും നെബുല ബ്ലൂ താർ റോക്സ് ആണെന്ന് അവരപ്പോഴേ അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞ് സർപ്രൈസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് മാത്രമല്ല നമ്മൾ ഇത്രയും നാൾ ആഗ്രഹിച്ച് കിട്ടുന്ന ഒരു വണ്ടി കാണാൻ പോകുമ്പോഴും കിട്ടാൻ പോകുമ്പോഴും ഉള്ള ഒരു സന്തോഷം അത് വേറൊന്നാണ്. ബിക്കോസ് എൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണ്. നമ്മളിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആലോചിച്ചത്. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും വണ്ടികളോട് ഭയങ്കര ഒരു ക്രേസാണ്. ക്രേസ് ഇൻ ദ സെൻസ് നമ്മുടെ ഒരു സ്വന്തം ഒരു കൂടെ വീട്ടിലുള്ള ഒരാളെ പോലെയാണ് ഞങ്ങൾ വണ്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ വണ്ടിയുടെ അവസ്ഥയാണ്. ഞങ്ങളെ കൂടെ കാറിൽ വന്നവർക്കൊക്കെ അറിയാം ഞങ്ങളുടെ കാറിൽ അതൊരു ചെറിയ വീട് പോലെ ഇരിക്കും, എല്ലാം ഉണ്ടാവും അതിനകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സെക്കൻഡ് ഹോം പോലെയാണ് നമ്മുടെ വണ്ടികൾ എപ്പോഴും. അതുകൊണ്ട് അങ്ങനെ ഒരു വണ്ടി നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് സോ സ്പെഷ്യൽ. ആൻഡ് നമ്മൾ ആഗ്രഹിച്ച ഒരു വണ്ടിയാണ് വരാൻ പോകുന്നത്. അപ്പൊ അതിനേക്കാൾ വലിയ സ്പെഷ്യലാണ് അത്. അപ്പൊ വി ആർ സോ എക്സൈറ്റഡ് ഫോർ ടുമോറോ. അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എന്തായാലും നാളെ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. സോ വി ആർ വെയിറ്റിംഗ്. ആൻഡ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മിക്കവർക്കും അറിയാം, കാരണം എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ചേച്ചി താറ് വേണ്ട അങ്ങനെ. പിന്നെ ഞാൻ മിണ്ടാതെ എതിർത്ത് ഞാൻ പിന്നെ ചോദിക്കലില്ല പറയലും ഇല്ലാണ്ടായിപ്പോയി താറിനെ പറ്റിയിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാരൊന്നും ചോദിക്കാത്തത്. ഇതാ ഗൈസ് ഫൈനലി നമ്മുടെ വണ്ടി വരികയാണ്. അപ്പോൾ അത് പറയണം തോന്നി, അതിനാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്കിനി നാളെ കാണാം അല്ലേ? നാളെ എങ്ങാനും വണ്ടി തരൂലെന്ന് പറയും, പോയെടുത്തൊന്ന് തരൂലെന്ന് പറഞ്ഞു. അപ്പൊ ഗൈസ് നാളെ കാണാം. അപ്പൊ ഗൈസ് നമുക്ക് വണ്ടി വാങ്ങിക്കാൻ പോവാം. അപ്പൊ ഗൈസ് കീ മേടിക്കാം. കമോൺ. അപ്പോൾ 1:30 മുന്നേ കീ എടുക്കണം എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. കാരണം രാഹുലായതുകൊണ്ട്. ആൻഡ് അവരുടെ മനസ്സിൽ 3XOന്റെ കീ ആണെന്നാണ് വിചാരിച്ചു വെച്ചേക്കണത്. എന്തായാലും നമുക്ക് കീ വാങ്ങിക്കുന്നതിന്റെ ചടങ്ങ് ചെയ്യാം. കീ മേടിക്കാം. തൽക്കാലത്തേക്കുള്ള കീ. താങ്ക് യു സോ മച്ച്.
ഗൈസ് അച്ഛന് ചെറിയ ഡൗട്ടായ ഇല്ലല്ലേ? അച്ഛൻ ചെറുതായിട്ട് ഞങ്ങൾക്ക് ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തന്നപ്പോ താറാണെന്ന് മനസ്സിലായോന്നാവോ. എന്നിട്ട് ഞാൻ പറഞ്ഞു പൊക്കോ പോയിരുന്നോ. അപ്പോ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് വണ്ടി റിവീൽ ചെയ്യാനുള്ള സമയമാണ് ഗൈസ്. അപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല. അതിന് മുന്നേ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഫുൾ ഫോർമാലിറ്റി സൈൻ ചെയ്യലെല്ലാം കഴിഞ്ഞു. ഇനി കേക്ക് കട്ട് ചെയ്യാച്ചാ ഞാൻ മുട്ട നമ്മുടെ ലൈവായിട്ട് എന്റെ പൊന്നു. ബാ കേക്ക് കട്ട് ചെയ്യാം ഗൈസ്. നമുക്കിത് കേക്ക് കട്ട് ചെയ്യാം. ഈ അങ്ങനെ ജീവിതത്തിലെ ആദ്യത്തെ കാർ മീൻസ് സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്ന അല്ല ഇതെങ്ങനെ ഇപ്പൊ പറയാ, ആദ്യത്തെ പുതിയ കാർ അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞ ആദ്യത്തെ പുതിയ കാർ നമ്മളിതാ റിവീൽ ചെയ്യാൻ പോവാണ്. അമ്മ പറ എന്തെങ്കിലും. എന്ത് തോന്നുന്നു? സന്തോഷം. എന്ത് സന്തോഷം? പറ എന്തെങ്കിലും പറ. അത് പുതിയ വണ്ടി മേടിക്കുന്ന സന്തോഷം. അതെ, വേറെ ഒന്നും പറയണ്ട. ഒന്നും പറയാനില്ല. എന്നെ കുറച്ചു നേരം മുന്നില്ലേ എന്നാലും അത് താഴായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എനിക്ക് സത്യം പറഞ്ഞ കണ്ണുനീര് വന്നെനിക്ക്. അത് ഞാൻ വിചാരിച്ച സന്തോഷം എങ്ങനെയാവുക? നമ്മൾ ആഗ്രഹിച്ച വണ്ടി അത് വാങ്ങിക്കണം 4 വർഷം വേറൊരു വണ്ടി വാങ്ങിക്കാൻ പോകുമ്പോ എങ്ങനെയാ? പറയൂ, എന്താ 2 വാക്കുകൾ പറയൂ താങ്കൾ. നമ്മളുടെ ആദ്യത്തെ പുതിയ കാർ. പഴയ കാർ നമുക്ക് 3-4 ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞു. ഇപ്പൊ പുതിയ ആദ്യത്തെ കാർ 3X മഹേന്ദ്ര. ഇന്ന് ഞങ്ങൾ കലക്കാൻ പോവുക. അതെ. അച്ഛന്റെ കാര്യം മനസ്സിലായിട്ടില്ല. സാധാ താറുണ്ടായിരുന്നു. അത് അതിനെത്ര നോക്കിയാ 10 ലക്ഷത്തിൽ താഴെ. അപ്പൊ നമുക്ക് വണ്ടി റിവീൽ ചെയ്യാൻ പോവാ അല്ലേ? യെസ്, വണ്ടി റിവീൽ ചെയ്യാം ഗൈസ്. കം ഓൺ. അതല്ലേ ബ്ലാക്ക്. പിന്നെന്തിനാ നമ്മളോട് വരാൻ പറയുന്നവരോട്? കഷ്ടവാ. ശരിയാണ്, ഈ വണ്ടി മാറ്റാൻ പറ. മാറ്റൂടാ. വണ്ടി അത് തന്നെയല്ലേ? മാറ്റുമായിരിക്കും. വണ്ടീന്റെ ബാക്കിലല്ലേ? ഇൻട്രോ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാ അല്ലേ? ഇൻട്രോ പറഞ്ഞിട്ട് പോവാ. ബാക്കിൽ നമ്മൾ തന്നെയാണോ കത്തുന്നത് എടുക്കാൻ? ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മുടെ ആദ്യത്തെ പുതിയ വണ്ടി നമ്മൾ ഇതാ റിവീൽ ചെയ്യാൻ പോവാണ്. അച്ഛാ, അമ്മേ, ചെയ്യാല്ലേ? ഓക്കെ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒരു വലിയ ഗിഫ്റ്റ്. ടാരോക്സ് ആണ് നമ്മൾ മേടിച്ചത്. നമ്മൾ ആഗ്രഹിക്കുന്നു. ഞാൻ ഇപ്പോഴും 3X എന്ന് പറഞ്ഞിരിക്കണേണ്. വണ്ടി മാറ്റമുള്ള ഞാൻ ഇവനോട് ചോദിച്ചു വണ്ടി മാറ്റമുള്ളത് ഭയങ്കര പോലത്. ഭയങ്കരമായ ഒന്ന് ഫോട്ടോ വീഡിയോ എടുത്തു തന്നെ. എന്താ പറ്റിച്ചോണ്ടാകും മതി. അങ്ങനെ എന്റെ വലിയൊരാഗ്രഹം സാധിച്ചിരിക്കുകയാണ്. എനിക്കറിയില്ല എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ചില കാര്യങ്ങൾ നടക്കുള്ളൂ. ഈ ഒരു നിമിഷത്തിൽ ചേട്ടായി ഇല്ലാത്തതിന്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ ചേട്ടായി ഇവിടെ അടുത്തൊന്ന് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം.
എടാ 2 ഫോട്ടോ എടുത്തതിൽ നിന്ന് ഫോട്ടോ എടുക്കും ഭയങ്കര ഞെട്ടിപ്പോയിതാ. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഇവിടെ പോയില്ലേ? ഗൈസ്, അങ്ങനെ ഞാൻ ദാ എന്റെ വണ്ടി ഇറക്കാൻ പോവാണ്. നീ ധൈര്യമായിട്ട് ഗൈസ്, അങ്ങനെ ഞാൻ ഇറക്കിക്കൊണ്ട് വന്നു. നമ്മൾ വിചാരിച്ചത് പോലെയല്ല, വലിയൊരു ലോറി. അപ്പൊ ഞാൻ എന്തായാലും വണ്ടി ഓടിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് എന്തായാലും റിവ്യൂ പറയുന്നതായിരിക്കും. എന്റെ രീതിയിലുള്ള റിവ്യൂ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് പറയാനറിയാൻ പാടില്ല. പക്ഷെ ഇത്രയും നാൾ ഈ വണ്ടി ആഗ്രഹിച്ച് നടന്നതുകൊണ്ട് ഇത് ഓടിക്കുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്താ നിങ്ങളോട് ഷെയർ ചെയ്യണ്ടേ. സ്വന്തമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വരുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ പോട്ടെ. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നമ്മൾ പോയി വണ്ടി ഓടിച്ച് കളിച്ച് പഠിക്കട്ടെ. ഓക്കെ, ചാ ചാ.